ഒരിടവേളയ്ക്ക് ശേഷം മന്നലാംകുന്ന് AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പുറത്തിറങ്ങാനാകാതെ 50ഓളം കുടുംബങ്ങൾ. തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ ശാസ്ത്രീയമായ രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ഉയർന്നുകിടന്നിരുന്ന സ്ഥലത്തുനിന്ന് മണ്ണെടുത്ത് നിലവിൽ AKG റോഡ് പരിസരം താഴ്ന്നുകിടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് സമീപമുള്ള പറമ്പിലേക്കും വീടുകളിലേക്കും കയറിയ സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷം മഴ പെയ്തതോടുകൂടി വെള്ളക്കെട്ട് ഉണ്ടാവുകയും പരിഹാരം കാണുന്നതിനായി ജില്ലാ കളക്ടർ, MLA, തഹസിൽദാർ, ഹൈവേ അധികൃതർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും ചാവക്കാട് താലൂക്ക് ഓഫീസിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. അന്നേ ദിവസം നടന്ന ചർച്ചയ്ക്കൊടുവിൽ റോഡ് നിർമ്മാണ കമ്പനിയായ ശിവാലയ ചാക്കോലയിൽ റോഡ് വഴി 2 അടി വ്യാസമുള്ള പൈപ്പിട്ട് പ്രശ്നപരിഹാരം നിർദ്ദേശം ഉയരുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ രാത്രിയിൽ 10 അടി നീളവും 25 ഇഞ്ച് വ്യാസവുമുള്ള 35 കോൺക്രീറ്റ് പൈപ്പുകൾ എത്തിച്ചെങ്കിലും പിന്നീട് രാത്രിയിൽ തന്നെ എടുത്തുകൊണ്ടുപോയി. റോഡ് പൊളിക്കാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയിരുന്നു. സർവീസ് റോഡ് മുതൽ കനോലി കനാൽ വരെ കാന നിർമ്മിക്കാനായിരുന്നു നിർദ്ദേശം. മഴക്കാലം കഴിഞ്ഞാൽ നിർമ്മാണം തുടങ്ങാമെന്ന് അറിയിച്ച അധികൃതർ തൽക്കാലം കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പ് ചെയ്താണ് പരിഹാരം കണ്ടത്. ഇതിനായി കരാർ കമ്പനി 2 ആഴ്ചയോളം രാപ്പകലില്ലാതെ കനോലി കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്തു. പിന്നീട് മഴ മാറി കടുത്ത വേനലായിട്ട് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല. ആഴ്ചകൾക്ക് മുമ്പ് പെയ്ത മഴയിൽ വീണ്ടും വെള്ളം കയറുകയും സർവീസ് റോഡ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ മുറവിളികൾ കൂടിയപ്പോൾ പതിവ് പോലെ NH ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ, ദേശീയപാത അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. ഇവരുടെ നിർദ്ദേശപ്രകാരം 2 വലിയ മോട്ടോർ പമ്പ് സെറ്റ് കൊണ്ടുവന്ന വെള്ളം വറ്റിക്കുന്ന പ്രവൃത്തി തകൃതിയായി നടന്നു. കുറച്ചു ദിവസം മഴയ്ക്ക് ശമനമുണ്ടായിട്ടും ഇതുവരെയും പ്രവൃത്തി ആരംഭിച്ചില്ല. ചൊവ്വാഴ്ച വീണ്ടും എത്തിയ മഴയിൽ പതിവിലും കൂടുതൽ വെള്ളം പ്രദേശത്ത് കുത്തിയൊലിച്ചു വന്നതോടെ വെള്ളക്കെട്ട് രൂക്ഷമായി. ഇതോടെ 2 ദിവസമായി 50ഓളം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളുടെ പഠനം പോലും മുടങ്ങുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പൈപ്പ് അവർ റിട്ടേൺ കൊണ്ടുപോയി ചെയ്ത്. അതേമാതിരി തന്നെ ഇപ്രാവശ്യം വെള്ളം വന്നപ്പോഴും കളക്ടറും തഹസിൽദാറും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ അയൽവക്കാരോട് സംസാരിച്ച് അയൽവക്കാർ വളരെ വ്യക്തമായി പറഞ്ഞ് ഇവിടുന്ന് കാന കയറി തോട് വരെ എത്തിക്കാമെന്ന്, ഇനി ഈ ദുരന്ത പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പിറ്റത്തെ ആഴ്ച ഇതേമാതിരി പൈപ്പ് ഇവിടെ കൊടുത്തിട്ട് അവരിപ്പോൾ തിരിച്ചു പോകാനുണ്ടായത്. ഇപ്പോഴത്തെ പിന്നെയും വലിയൊരു ദുരന്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലോക്കാണ്. അപ്പൊ ഇതിന് ഇനി അധികാരികൾ എന്താണ് ഇതിന് ചെയ്യാത്ത? ഒരു കുട്ടിക്കളിയായിട്ട് മാത്രമാണ് കാണുന്നത്. എന്നും വരിക, അവർ വരും, നോക്കുക, പോവുക എന്നല്ലാണ്ട് ഇതിനൊരു പരിഹാരമില്ല. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നമുക്കിത് പറയാനുള്ളത്. ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അവർക്കാണെന്നും മന്നലാംകുന്ന് സെന്റർ വഴി കനോലി കനാലിലേക്ക് കാന നിർമ്മിച്ച് പൊതുജനത്തിന് ആശങ്കയില്ലാത്ത വിധം ശാശ്വത പ്രശ്നപരിഹാരം കാണണമെന്നും വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ ആവശ്യപ്പെട്ടു. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് ഏകദേശം 4 അടി താഴ്ത്തിയിട്ടാണ് പണി നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പടിഞ്ഞാറ് ഭാഗത്തെ വെള്ളവും മൊത്തം ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ഇത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നാഷണൽ ഹൈവേക്ക് മാത്രമാണ്. 4 അടി ഹൈറ്റിൽ നിൽക്കുകയും 4 അടി താഴ്ചയിൽ നിന്ന് ഈ വെള്ളം എങ്ങനെ ഈ കാനയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അടിയന്തരമായി കലക്ടർ ഇടപെട്ടുകൊണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരാൻ മെമ്പർ എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ്.